ക്യാപിറ്റൽ പണിഷ്മെന്റിൽ വെളിപ്പെടുത്തലുമായി മുതിർന്ന CPM നേതാവ് സുരേഷ് കുറുപ്പ്. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞതായാണ് വെളിപ്പെടുത്തൽ. അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ VS വേദി വിട്ട് പുറത്തേക്കിറങ്ങി. ഷിനോജ് എസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, അധികം ചിന്തിക്കേണ്ട ആ പെൺകുട്ടി ആരാണെന്ന് അറിയാൻ അല്ലേ? തീർച്ചയായും ആര്യ, കഴിഞ്ഞ ദിവസമാണ് പിരപ്പൻകോട് മുരളി സമാനമായ രീതിയിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. അത് തിരുവനന്തപുരം സമ്മേളനം സംബന്ധിച്ചായിരുന്നു. അത്തരത്തിൽ ആ സമ്മേളനത്തിൽ വെച്ച ഒരു യുവ നേതാവ് ഇത്തരത്തിൽ VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന തരത്തിൽ ഒരു അഭിപ്രായം നടത്തുകയുണ്ടായി എന്നായിരുന്നു പിരപ്പൻകോട് മുരളിയുടെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തലെങ്കിൽ അതിനെ തള്ളിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒക്കെ തന്നെ വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് മുതിർന്ന CPM നേതാവായിട്ടുള്ള സുരേഷ് കുറുപ്പ് തന്നെ ഇത്തരത്തിൽ ഇന്ന് പുറത്തിറങ്ങിയ മാതൃഭൂമി വാരാന്ത പതിപ്പിൽ ഇത്തരത്തിലൊരു ലേഖനം എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ VS എന്ന തലക്കെട്ടോട് കൂടിയാണ് ഈ ലേഖനം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത്, കുട്ടിക്കാലം മുതൽ VS അച്യുതാനന്ദൻ്റെ കൺമുന്നിൽ വളർന്ന ഒരു രാഷ്ട്രീയ നേതാവ് എഴുതിയ ഓർമ്മക്കുറിപ്പ് എന്ന പേരിലാണ് ഇപ്പോൾ ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പറയുന്നത്. പ്രധാനമായും ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വനിതാ യുവ നേതാവ് ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ച് VSനെതിരെ പറഞ്ഞു എന്നതാണ് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. സുരേഷ് കുറുപ്പ് ഇതിൽ പറയുന്നത് ഇപ്രകാരമാണ്: അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ VS വേദി വിട്ട് പുറത്തേക്കിറങ്ങി. ഏകനായി, ദുഃഖിതനായി, പക്ഷേ തലകുനിക്കാതെ, ഒന്നും മിണ്ടാതെ, ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്തു നിന്നും വീട്ടിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം പാർട്ടിയെ ഒരിക്കലും അധിക്ഷേപിച്ചിട്ടില്ല എന്നതാണ് ഈ ലേഖനത്തിൽ സുരേഷ് കുറുപ്പ് പറയുന്നത്. അതേസമയത്ത് തന്നെ ഈ പെൺകുട്ടി ആരാണെന്ന് വ്യക്തമാക്കാൻ സുരേഷ് കുറുപ്പ് ഇതുവരെ തയ്യാറല്ല. ഞാൻ നിൽക്കുന്നത് സുരേഷ് കുറുപ്പിൻ്റെ വീടിന് മുൻപിലാണ്. ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറല്ല. ഇതുമായി ബന്ധപ്പെട്ട് താല്പര്യമില്ല എന്നാണ് സുരേഷ് കുറുപ്പ് പറയുന്നത്. എന്തായാലും ആ വ്യക്തി ആരാണ്, ആ യുവ വനിതാ നേതാവ് ആരാണെന്ന് സംബന്ധിച്ച് അധികം ചിന്തിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ വ്യക്തമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് VSന്റെ മരണശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദമായി ക്യാപിറ്റൽ പണിഷ്മെന്റ് മാറുകയാണ്. 2012 സമ്മേളനത്തെ സംബന്ധിച്ച കാര്യമാണ് പിരപ്പൻകോട് മുരളി വ്യക്തമാക്കിയതെങ്കിൽ 2015 ആലപ്പുഴ സമ്മേളനത്തിൽ സമാനമായ രീതിയിൽ അനുഭവം ഉണ്ടായി എന്നതാണ് സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തലോടുകൂടി വ്യക്തമാകുന്നത്. ഷിനോജ്, എനിക്ക് തോന്നുന്നു ഈ കൊച്ചു പെൺകുട്ടിയുടെ കാര്യം പറയുന്നതിന് മുൻപുള്ള വാചകവും വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചുവെന്ന്, ക്യാപിറ്റൽ പണിഷ്മെന്റിനെ പറ്റിയുള്ള വരികളാണ് അത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായും സമ്മേളനങ്ങളിൽ VSനെതിരെ ഒരു നിലവിട്ട രീതിയിൽ, അതിരുവിട്ട രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ പുറത്തു വരുന്ന ലേഖനങ്ങൾ എന്ന് പറയുന്നത്. പിരപ്പൻകോട് മുരളിയാണ് ഈ 2012 തിരുവനന്തപുരം സമ്മേളനവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയതെങ്കിൽ 2015 വെളിപ്പെടുത്തലാണ് ആലപ്പുഴ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളാണ് ഈ ഇത്തരത്തിൽ ഇന്ന് പുറത്തിറങ്ങിയ മാതൃഭൂമി വാരാന്ത പതിപ്പിൽ സുരേഷ് കുറുപ്പ് പറഞ്ഞു വയ്ക്കുന്നത്. അത് പറയുന്നത് തന്നെ നിലവിട്ട വാക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് നിലവിട്ട ആക്ഷേപങ്ങൾ VSനെതിരെ ഉന്നയിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ള ആളുകൾ പോലും ഇത്തരത്തിൽ നിലവിട്ട രീതിയിൽ, അതിരുവിട്ട രീതിയിലുള്ള ആക്ഷേപങ്ങൾ VSനെതിരെ ഉന്നയിച്ചു എന്നാണ് സുരേഷ് കുറുപ്പ് തൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന രീതിയിൽ ഇന്ന് ഈ ലേഖനത്തിൽ പറയുന്നത്. അതിൽ ഈ കൊച്ചു പെൺകുട്ടി ആരാണെന്ന് സംബന്ധിച്ച് ചരിത്രം പരിശോധിക്കുന്നവർക്ക് വളരെ വ്യക്തമായി തന്നെ ബോധ്യമുണ്ടാകും ആരാണ് ഈ പെൺകുട്ടിയെന്ന് സംബന്ധിച്ച്. പക്ഷേ ആ പേര് സുരേഷ് കുറുപ്പ് ഈ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. ആ പേരിനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തൽ ഇതിനുശേഷം ഈ ലേഖനം പുറത്തിറങ്ങി അതിനുശേഷം എന്തെങ്കിലും വെളിപ്പെടുത്തൽ സുരേഷ് കുറുപ്പ് നടത്തുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇവിടെ ഈ സുരേഷ് കുറുപ്പിൻ്റെ വീട്ടിന് മുൻപിൽ നിൽക്കുന്നത്. പക്ഷേ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നൊരു കാര്യമാണ് സുരേഷ് കുറുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും VSന്റെ മരണശേഷം ക്യാപിറ്റൽ പണിഷ്മെന്റ് കൂടുതൽ ചർച്ചയാവുകയാണ്. 2012 സമ്മേളനത്തിൽ മാത്രമല്ല 2015 ആലപ്പുഴ സമ്മേളനത്തിലും ഇത്തരത്തിൽ ഉള്ള പ്രസംഗം ഒക്കെ ഉണ്ടായി എന്ന് തന്നെയാണ് ഈ ലേഖനത്തിൽ നിന്ന് വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഈ യുവ വനിതാ നേതാവ് ഇത്തരത്തിൽ സംസാരിക്കുന്നു. അതിനുശേഷം വളരെ ദുഃഖിതനായി VS അവിടെ നിന്ന് ഇറങ്ങി ആലപ്പുഴയിലെ തൻ്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് നടന്നു പോയി എന്നുള്ള കാര്യവും തന്നെ ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആര്യ.